പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ ഉത്സാഹത്തോടെ ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്ന വിഷയം തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആ വിഷയം തുടർമാനമായി എടുക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നീട് ഇത് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വാഴ്ത്തപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടക്കം മുതൽ അങ്ങയുടെ ദൈവിക സാന്നിധ്യത്തിൻ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. പ്രിയദാസനെ ഞങ്ങളുടെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സഹോദരനെ നിറയ്ക്കണമേ. ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ കർത്താവെ പറഞ്ഞു തരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ എല്ലാ സ്റ്റുഡന്റിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ബൈബിൾ വായിച്ചു കൊടുക്കുന്നവരുടെ പേരുകൾ അറിയാമല്ലോ. നമ്മുടെ പ്രിയ സിസ്റ്റർ അഞ്ജു സാറ, സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, സുജ രാജു, ബിൻസി, പിന്നെ ആരാണ്? ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ തുടർന്നുള്ള ക്ലാസ് എടുക്കുവാനായി ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തീയ വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. വിശേഷാൽ ഈ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിനും നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം തന്നെ ദൈവവചന പഠനത്തിനായിട്ട് ഈ മാധ്യമത്തിലൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിയോളജിയിൽ വളരെ അധികം പ്രാധാന്യതയുള്ള ക്രിസ്റ്റോളജി എന്ന സബ്ജക്റ്റാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്റ്റോളജിയിൽ ഇന്നുകൊണ്ട് ക്രിസ്റ്റോളജിയുടെ ടോപ്പിക്ക് തീരും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യത, മരണത്തിൻ്റെ വ്യാപ്തി, അതുവരെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് അത് ഇടയായി തീർന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനം കൂടുതലായി ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് പുനരുത്ഥാനമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നാം വളരെ ഗൗരവമായി ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എങ്കിൽ പൗലോസ് ശ്ലീഹ പോലും പറയുന്ന വാക്കുകൾ നിങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം മുഴുവൻ വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നാം ഒരു ശേഷം മനുഷ്യരെ പോലെ മാത്രമായിരിക്കും. മാത്രമല്ല, മറ്റൊരു പ്രതീക്ഷയില്ലാത്ത ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്ന കേവല മനുഷ്യർ മാത്രമായി മാറുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഊന്നൽ കൊടുക്കുന്നെങ്കിൽ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം.
യേശു ക്രിസ്തു പുനരുദ്ധരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ശ്രദ്ധിക്കുക, ജീസസ് ക്രൈസ്റ്റ് റിസറക്ഷൻ അല്ലെങ്കിൽ പുനരുത്ഥാനം ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവമായിരുന്നു. യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്ന അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള 3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിനകത്ത് പത്രോസ് ശ്ലീഹ ഉപയോഗിക്കുന്നതൊന്ന് ശ്രദ്ധിക്കൂ. 2:22 മുതൽ 24 വരെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നതിന് അസാധ്യമായിരുന്നു. പത്രോസ് ശ്ലീഹയുടെ പ്രസംഗത്തിൽ താൻ പറയുക, നിങ്ങൾ അവനെ കൊന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പം യേശുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. മരണത്തെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ചില തെളിവുകൾ നമ്മളൊന്ന് നോക്കുകയാണ്. ഒന്നാമത്തെ കാര്യം തന്നെ ഒഴിഞ്ഞ കല്ലറയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ തന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ആ സഹോദരിമാരെല്ലാം അതിരാവിലെ കല്ലറയ്ക്കൽ ചെല്ലുന്ന ഒരു സംഭവമാണ്. എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലൂക്കോസിന്റെ മാത്രമേ ഞാൻ എഴുതിയുള്ളതേ ഉള്ളൂ. 24:3. അകത്തു കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അകത്ത് കടന്നാറെ യേശു ക്രിസ്തുവിന്റെ ശരീരം കണ്ടില്ല. 12-ാമത്തെ വാക്യോ, എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ടു മടങ്ങിപ്പോന്നു. ശ്രദ്ധിക്കുക, അപ്പൊ ഒഴിഞ്ഞ കല്ലറ. ശ്രദ്ധിക്കൂ, he is no more, he is risen. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവനിവിടെ ഇല്ല. he is risen, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഒഴിഞ്ഞ കല്ലറയാണ് ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഉയർത്ത ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഈ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, ധാരാളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് 20-ാം അധ്യായത്തിന് 11 മുതൽ 18 വാക്യങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെട്ട ഒരു അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം വായിക്കണമെന്നില്ല, ജസ്റ്റ് നമുക്കറിയാവുന്ന ഭാഗമാണ്. ആളുടെ പേര് മാത്രം വായിച്ചാലും മതിയാവും. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം. ഓക്കെ, അപ്പൊ ഈ മഗ്ദലക്കാരി മറിയ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. ആ കോൺവെർസേഷൻ നമുക്കറിയാം. നീ അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞ് യജമാനാന്ന് വിചാരിച്ച് ചോദിച്ചതാ. മറിയെ എന്ന് വിളിച്ചപ്പോൾ റബൂനി എന്ന് പറഞ്ഞ് യേശുവിനെ തിരിച്ചറിഞ്ഞു. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിന്റെ സഹോദരന്മാരോട് പോയി പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഇവിടെ മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കിയാൽ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ഓക്കെ, വഴിയിൽ വെച്ച് സ്ത്രീകൾക്ക് പ്രത്യക്ഷമായ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് എമ്മൗസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അതാണ് കോണ്ടെക്സ്റ്റ്. 13-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയോളൂ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ എമ്മൗസ് എന്ന റോഡിലൂടെ 2 പേരും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. നമുക്ക് ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പങ്ക്തി ഇപ്പോൾ ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ യേശുക്രിസ്തു അവരുടെ കൂടെ ചർച്ചയിൽ പങ്കാളിയായി, അവരുടെ കൂടെ നടന്ന് മുന്നോട്ട് പോകുന്നു. 33 വരെയുള്ള വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും വരെയും വായിച്ചു വിടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാവുന്നതായതുകൊണ്ടും അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഇടയ്ക്ക് അതിൻ്റെ എൻഡിൽ വരുമ്പോൾ അവർ മുന്നോട്ട് പോകാൻ ഭാവിച്ച നിമിഷം അവരുടെ കണ്ണുകൾ തുറക്കുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശു അപ്രത്യക്ഷമാകുകയും ചെയ്തു. അപ്പൊ എമ്മൗസ് റോഡിലോട്ട് പോയ അവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ഇനി 34-ാമത്തെ വാക്യം നോക്കിയേ. 34. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടിയിരുന്നവരെയും കണ്ടു. ഓക്കെ, ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക. പത്രോസിന് കൂടെ ഇരുന്ന 11 പേർക്കൊക്കെ പ്രത്യക്ഷനായി യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിനകത്ത് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെല്ലാം കൂടെ അടച്ചിരുന്നൊരു മുറിക്കകത്തിരിക്കുക. അതല്ലേ കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. 19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവർ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. അപ്പൊ അവിടെ 10 ശിഷ്യന്മാരും അതിനകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടാ 10 എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ തോമസ് അതിനകത്തില്ല എന്ന് അടുത്ത പാരഗ്രാഫിലുണ്ട്. പിന്നെ യൂദാസ് ഇപ്പോൾ ഓൾറെഡി ഇല്ലല്ലോ. അതുകൊണ്ട് ഈ 10 ശിഷ്യന്മാരും അടച്ചിട്ട മുറിക്കകത്തിരിക്കുമ്പോൾ അവിടെ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തോമാസ് ലീഹ ഉള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ ബഹുമാന പുരസ്സരം മനസ്സിലാക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? യേശു ഉയർത്തെഴുന്നേറ്റു. എത്രയോ തെളിവുകളാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ളത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 21-ാം അധ്യായത്തിനകത്ത്
1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിച്ച് നോക്കിയാൽ അവിടെ കാണും. ഈ വേദിയിൽ വായിക്കണ്ട. അവിടെ ഈ യേശുവിന്റെ പ്രത്യക്ഷതയാണ്. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷത. അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ അവരെ തിരിച്ചറിയുവാനിടയായി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ യേശു ഗലീല മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. 28-16 ഒന്ന് വായിച്ചോളൂ. 16 മാത്രം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ Okay. സംശയിച്ചു. ഓക്കെ. ആ ഗലീല മലയിൽ വെച്ച് അവരെ കണ്ടപ്പോൾ അവരെ വിശ്വസിച്ചു, ചിലർ സംശയിച്ചു. അപ്പൊ നമ്മൾ ശരിയായി ഒന്ന് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് 1 Corinthians 15-ാം അധ്യായത്തിനകത്ത് 6, 7, 8 വാക്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ഓക്കെ, അനന്തരം അവൻ 500-ലധികം എന്നുള്ള 500-ൽ അധികം എന്നങ്ങ് തിരുത്തി വായിക്കണം. അന്നേരം സംശയം അങ്ങ് മാറും. 500-ൽ അധികം കേട്ടോ, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 7-ാം വാക്യോ, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. യാക്കോബിന് പ്രത്യക്ഷനായി. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാര്യം എന്ന് ചോദിച്ചാല്, ഈ യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ് ഈ യാക്കോബ്. യേശു ക്രിസ്തുവിന് കൂടാതെ ജോസഫ് മറിയ ദമ്പതികൾക്ക് വേറെ മക്കളുണ്ട്. അത് കത്തോലിക്ക സഭ ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. നമ്മൾ നേരത്തെ അതൊക്കെ തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് യാക്കോബ്, യോസെ, യൂദ അവരെല്ലാം യേശുവിന്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ജോസഫ് മറിയ ദമ്പതികളുടെ മക്കളാണ്. സ്വസഹോദരൻ എന്ന നിലയിൽ യേശുവിനെ യാക്കോബ് വിശ്വസിച്ചില്ല. കൂടപ്പുറപ്പുകളെ വിശ്വസിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് കൂടപ്പുറപ്പിനെ വിശ്വസിച്ചില്ല. ആരായിട്ട്? ദൈവമായിട്ടും മറ്റും വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. എന്നാൽ അതുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുതലാണ് യാക്കോബ് യേശുവിനെ അംഗീകരിച്ചത്. ഈ യാക്കോബ് ആയിരുന്നു 1-ാമത്തെ ജെറുസലേം സുന്നഹദോസിന്റെ അധ്യക്ഷനും. ആ യാക്കോബാണ് ലേഖനം എഴുതിയത്. യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് യാക്കോബിന്റെ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എടുത്തു പറഞ്ഞത് യാക്കോബിന് പ്രത്യക്ഷനായി. ഇനി 15-ന്റെ 8-ാം വാക്യത്തിലോ, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജയെ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ആണോ? എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും. അകാല പ്രജ എന്നുള്ളത് ഇംഗ്ലീഷിൽ കിടക്കുന്നത് ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്ന്. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, സമയത്തിന് മുമ്പേ എന്നൊക്കെയാ വാക്കുകൾക്ക് അർത്ഥം. അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പൊ പൗലൂസിനും യേശു പ്രത്യക്ഷനായി. യേശുവിന്റെ പ്രത്യക്ഷത നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത് ഇത് പറഞ്ഞ നമ്മുടെ ശേഷം കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ അവസാനത്തെ സമയമായത്. 1-9. ഇത് ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അത് മേഘം, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ മതി 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 നമ്മുടെ കോണ്ടെക്സ്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു മേഘം വന്ന് മൂടി സ്വർഗാരോഹണം ചെയ്തു പോവുകയാണ്.
അങ്ങനെ സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തുവിനെ ഇവരെല്ലാവരും കണ്ടു മനസ്സിലാക്കി. യേശു ക്രിസ്തു ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ധാരാളം തെളിവുകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോ ഒഴിഞ്ഞ കല്ലറ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയായിരുന്നു. നമ്പർ 3, ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. നിങ്ങൾ ശ്രദ്ധിക്കൂ, 3.5 കൊല്ലം യേശുവിന്റെ ശിഷ്യന്മാരായി നടന്ന ഇവരെല്ലാവരും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇവരുടെ പ്രസംഗം മുഴുവൻ യേശുവിനെ കുറിച്ചായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ് ഇവർ പ്രസംഗിച്ചത്, ഈ ശിഷ്യന്മാരെല്ലാവരും. അപ്പൊ നോക്കുക, ശിഷ്യന്മാരിലുണ്ടായ മാറ്റം ഭയങ്കരമാണ്. വേറൊന്നും ഇവർക്ക് പ്രസംഗിക്കാനില്ല. പത്രോസ്, യാക്കോബ്, തോമാസ് എന്ന് വേണ്ട മുഴുവൻ പേരുടെ പ്രസംഗം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരുന്നു. അപ്പൊ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ ശിഷ്യന്മാരിലുണ്ടായ മാറ്റം. നെക്സ്റ്റ് വൺ, ആരാധനാ ദിവസത്തിൽ വന്ന മാറ്റം. അതുവരെ ശബത്ത് നാളിലായിരുന്നു. ശബത്ത് നാൾ അവരുടെ പ്രത്യേക ദിനമായിരുന്നല്ലോ, ശബത്ത്. വെള്ളിയാഴ്ച യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു, പിറ്റേ ദിവസം ശബത്തായിരുന്നു. അതിനടുത്ത ദിവസമായിരുന്നു ആഴ്ചവട്ടത്തിന് 1-ാം നാൾ. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായിരുന്നു, അഥവാ ഞായറാഴ്ചയായിരുന്നു. അപ്പൊ യഹൂദീയ ആരാധനകൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ആയിരുന്നില്ല, ശബത്തിലായിരുന്നു. ശബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ശബത്തിൽ യാതൊരു വേലയും ചെയ്യാൻ പാടില്ല. ശബത്തിൽ 1 മൈൽ ദൂരം നടക്കാൻ പാടില്ല. ഒത്തിരി നിയമങ്ങൾ. ശബത്തിൽ കച്ചവടങ്ങൾ പാടില്ല, പീടികകൾ തുറക്കാൻ പാടില്ല. ശബത്തിൽ ഒത്തിരി നിയമങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു ശബത്തിനോടുള്ള ബന്ധത്തിൽ. എന്നാൽ ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ ആരാധനയുടെ ദിവസത്തിന് മാറ്റം സംഭവിച്ചു. അവരെല്ലാവരും ആഴ്ചവട്ടത്തിന് 1-ാം നാളാണ് ഇപ്പൊ കൂടി വരുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന് 1-ാം നാളായിരുന്നു. അപ്പൊ ആരാധനാ ദിവസത്തിൽ വന്ന മാറ്റം. നെക്സ്റ്റ് വൺ, സഭയുടെ ആരംഭം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, അതിൻ്റെ മേലാണല്ലോ ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് തന്നെ. യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ചിതറിക്കപ്പെട്ടു പോയ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ ഒരുമിച്ച് വരുവാനായിട്ടിടയായിത്തീർന്നു. അപ്പൊ ക്രൂശ് മരണം ഇവരെ ഭിന്നിപ്പിച്ചെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ഇവരെ ഒന്നാക്കി മാറ്റി. അപ്പൊ സഭയുടെ ആരംഭം. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമ രൂപീകരണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ പുതിയ നിയമം എന്നൊരു ഒരു ചിന്ത ഇല്ലല്ലോ, പുതിയ നിയമം എന്നൊരു ഭാഗം ഇല്ലല്ലോ, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ. ലോക ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ എത്രയോ പ്രിയപ്പെട്ട മഹാന്മാർ, മതനേതാക്കന്മാർ, ഇതര സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവരെല്ലാവരും ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നൊക്കെ ക്ലെയിം ചെയ്തവരുണ്ടായിരുന്നു. പുട്ടവർത്തിയിലെ സായിബാബ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. എവിടെ? അദ്ദേഹം മരിച്ചുപോയി, ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. നമ്മൾ എന്ന് പറയുന്നതിന് ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉള്ളവരാണ്. ഡിസ്റ്റിങ്റ്റീവ്നെസ് നമുക്ക് വളരെ പ്രത്യേകതയുള്ളവരാണ്. ഉലകത്തെ ജനിച്ച ഒരു മനുഷ്യന് ഉയർത്തെഴുന്നേറ്റ് വരില്ല. ഏത് വ്യൂവിലാന്ന് നോക്കിക്കോണം ഞാൻ പറയുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റത്.
എന്നാൽ ഈ ലോകത്ത് ജനിച്ച് മരിച്ച മുഴുവൻ പേരും ഉയർത്തെഴുന്നേറ്റ് വരും. ഒന്നുകിൽ നിത്യനാശത്തിനായിരിക്കും, അല്ലെങ്കിൽ നിത്യജീവനിലേക്കായിരിക്കും. അപ്പൊ ഈ പുതിയ നിയമ രൂപീകരണം നടക്കാൻ കാരണം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടാണ്. മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് സരോജിനി നായിഡു ശവകുടീരത്തിൽ ചെന്ന് പറഞ്ഞില്ലേ, അല്ലയോ ബാപ്പുജി, ആ പുടിജായിയെ എഴുന്നേറ്റ് വന്നാലും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷെ മഹാത്മാവ് ഉയർത്തെഴുന്നേറ്റ് വന്നില്ല, ഉയർത്തെഴുന്നേറ്റില്ല. അപ്പൊ ലോക ചരിത്രത്തെ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ ചിലർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ ഇതൊക്കെ ഞങ്ങളുടെ പരസ്യോത്തരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കും. അപ്പം ഒരാൾ വന്ന് ചോദിച്ചു, ലാസർ ഉയർത്തെഴുന്നേറ്റില്ലേ? നയില്ല വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റില്ലേ? യായിറോസിന്റെ മകൻ ഉയർത്തെഴുന്നേറ്റില്ലേ? ആ ഉയർത്തെഴുന്നേറ്റവരെല്ലാം പിന്നെ മരിച്ചുപോയി പ്രീതി. അവരുടെ ഉയർത്തെഴുന്നേൽപ്പല്ല യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആ ഉയർത്തെഴുന്നേറ്റവരെല്ലാം മരിച്ചുപോയി. യേശു ക്രിസ്തുവിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ തെളിവ് യേശു അവിടെ ചെയ്തതാണ്. അവരെല്ലാം പിന്നീട് മരിച്ചുപോയി. എന്നാൽ യേശു പിന്നെ മരിച്ചിട്ടില്ല. യേശു താൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് താൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ശിഷ്യന്മാരുടെ സാക്ഷ്യമാണ് അടുത്തൊരു കാര്യം. എന്താന്ന് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരെ സാക്ഷ്യം പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ സാക്ഷികൾ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ മുമ്പേ വായിച്ചു 1:9 സ്വർഗാരോഹണം അപ്പോസ്തലപ്രവൃത്തി വായിച്ചത്. എന്നാൽ 1:8 അവസാനം യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കെന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 1:8. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. ശക്തി കിട്ടിയാൽ നിങ്ങൾ ജെറുസലേമിൽ, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നവർ. അപ്പൊ നിങ്ങൾ എന്റെ സാക്ഷികളാണ്. യു വിൽ ബി മൈ വിറ്റ്നസ് in Jerusalem and all in Judea and Samaria and utmost parts of the earth. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു. ക്രിസ്തു ശിഷ്യന്മാർ മുഴുവൻ ക്രിസ്തുവിന്റെ സാക്ഷികളായിരുന്നു. അങ്ങനെയല്ലേ തോമാസ് ശ്ലീഹ ഇവിടെ ഭാരതത്തിൽ വന്നത്? ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറി. പൗലോസ് ഏഷ്യയിലും യൂറോപ്പിലും റോമിലും ക്രിസ്തുവിന്റെ സാക്ഷിയായി. മറ്റുള്ള സ്ലീഹന്മാരൊക്കെ ഏത് രാജ്യങ്ങളിൽ പോയി എന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇന്നിപ്പോ ഒത്തിരി ആധുനിക മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ഗൂഗിൾ സൈറ്റിലൊക്കെ പോയത് കിട്ടും. വിവിധങ്ങളായ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓരോ സ്ലീഹന്മാർ എവിടെയാ പോയത്, ഏത് രാജ്യത്തിലാ പോയത്, എങ്ങനെയായിരുന്നു അവരുടെ അന്ത്യം, ഇതൊക്കെ നമ്മൾ എൻക്വയറി ചെയ്താൽ, റിസർച്ച് ചെയ്താൽ അതിൻ്റെ എല്ലാ ഉത്തരം നമുക്ക് ലഭിക്കും. അവർ പോയിടത്തെല്ലാം പ്രസംഗിച്ചത് ഒരൊറ്റ കാര്യമേ ഉള്ളായിരുന്നു: യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയായിരുന്നു അവർ പ്രസംഗിച്ചത്. ഇനി യേശു ക്രിസ്തുവിന്റെ തന്നെ സാക്ഷ്യം വെളിപ്പാട് പുസ്തകം 1-18 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഉണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ സാക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ നാം ഒന്ന് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഈ സ്ലൈഡ് മാറ്റുകയാണ്, ഒന്നുകൂടെ നോക്കിക്കോളൂ. പുനരുത്ഥാനം തെളിവുകൾ: 1, ഒഴിഞ്ഞ കല്ലറ;
2 ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ, 3 ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, 4 ആരാധനാ ദിവസത്തിൽ വന്ന മാറ്റം, 5 സഭയുടെ ആരംഭം, 6 പുതിയ നിയമ രൂപീകരണം, 7 ശിഷ്യന്മാരുടെ സാക്ഷ്യം, 8 ക്രിസ്തുവിന്റെ സാക്ഷ്യം. പുനരുത്ഥാനത്തിന്റെ ഫലം എന്താണ്? The results of the resurrection or the consequences of the resurrection. പുനരുത്ഥാനത്തിന്റെ പരിണിത ഫലം എന്തൊക്കെയാണ്? നമ്പർ 1, ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥിരീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ചിരുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണപാശങ്ങളെ ദൈവം അഴിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥിരീകരിക്കപ്പെട്ടു. ഓക്കെ. 2-ാമത്തെ കാര്യം, പിതാക്കന്മാരോടുള്ള വാഗ്ദത്വം നിവർത്തിക്കപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 32-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിതാക്കന്മാരോടുള്ള വാഗ്ദത്വം അവിടെ നിവർത്തിക്കപ്പെടുക. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുക. എന്താ? പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അത് നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. 3-ാമത്തെ കാര്യം, നമ്മുടെ നീതീകരണത്തിന്റെ തെളിവാണത്. റോമാലേഖനം 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വേദവാക്യങ്ങളിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവന് കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പൊ നമ്മുടെ നീതീകരണത്തിന് തെളിവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ശ്രദ്ധിക്കൂ, എത്ര ക്ലിയർ ആണ്. 4-ാമത്തെ കാര്യം, ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അത് ഉപയോഗിച്ചിരിക്കുക, ജീവനുള്ള പ്രത്യാശയ്ക്കായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ഓക്കെ. അപ്പൊ ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. നിങ്ങളൊന്ന് ആഴത്തിൽ പഠിച്ചു നോക്കിയേ. ജീവൻ നൽകുന്ന ആ പ്രത്യാശ, അതിനുവേണ്ടി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നമ്പർ 5, 5-ാമത്തെ കാര്യം, മാറ്റമില്ലാത്ത പൗരോഹിത്യം ഉറപ്പിച്ചത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിനകത്ത് 25-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു.
ഓക്കെ, ഇടയ്ക്ക് ലൈനിന് എന്തോ പ്രോബ്ലം സംഭവിച്ചെന്ന് തോന്നുന്നു. എബ്രായ ലേഖനം കേൾക്കാവോ? എബ്രായ ലേഖനം 7-ാം അധ്യായത്തിനകത്ത് 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ. 11-ാമത്തെ വാക്യം 11. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൽ കീഴെയുള്ള ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോന്റെ ക്രമപ്രകാരം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. സത്യത്തിൽ ലേവ്യ പൗരോഹിത്യം, ലേവ്യ ഗോത്രത്തിനായിരുന്നു ഈ പൗരോഹിത്യം നൽകിയിരുന്നത് പഴയ നിയമത്തിൽ. അവർക്ക് തലമുറയായി കൊടുത്തിരുന്ന ഒരു പൗരോഹിത്യം. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ പിറന്നവനാണ്. ലേവ്യ ഗോത്രത്തിന് മാത്രമാണ് പൗരോഹിത്യം. അപ്പൊ പിന്നെ എങ്ങനെ യഹൂദ ഗോത്രത്തിന് പൗരോഹിത്യം കൈമാറ്റം ചെയ്തു? യേശുക്രിസ്തു എങ്ങനെ പുരോഹിതനായി? ഉത്തരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഹരോന്യ പൗരോഹിത്യമോ ലേവ്യ പൗരോഹിത്യത്തിന്റെയോ പിന്തുടർച്ച അല്ല കർത്താവ് യേശുക്രിസ്തു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനാണ്. ആരാണ് മൽക്കീസേദെക്ക്? 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടും ഉത്തരം. ഇപ്പം വായിക്കണമെന്നില്ല, വായിച്ചു പഠിച്ചോളൂ. ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, ദൈവപുത്രന് തുല്യനായവൻ എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുക. അബ്രഹാം ദശാംശം കൊടുത്തത് മൽക്കീസേദെക്കിനായിരുന്നു. ദശാംശം എന്ന ആശയം ലേവ്യ ഗോത്രത്തിന് മറ്റുള്ള ഗോത്രങ്ങൾ നൽകുമ്പോൾ അവരുടെ ഗോത്രപിതാവായിരുന്ന അബ്രഹാം ദശാംശം കൊടുത്തത് മൽക്കീസേദെക്കിനായിരുന്നു. ആ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനാണ് യേശുക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അഹരോനിൽ നിന്ന് കൈമാറ്റം ചെയ്തു വന്ന പൗരോഹിത്യമല്ല യേശുക്രിസ്തുവിന് ലഭിച്ചത്. കാരണം യേശു യഹൂദ ഗോത്രത്തിൽ പിറന്നവനാണ്. ലേവ്യ ഗോത്രത്തിൽ നിന്ന് പൗരോഹിത്യം യഹൂദ ഗോത്രത്തിലേക്ക് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യവുമല്ല. അപ്പൊ സക്കറിയാവ് എന്ന പുരോഹിതനിലൂടെ സത്യത്തിൽ ആ പൗരോഹിത്യം നിന്നുപോയി. സക്കറിയാവിന്റെ മകൻ യോഹന്നാൻ ഒരു പുരോഹിതനല്ലായിരുന്നു. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. പുരോഹിതന്റെ വേഷം, പുരോഹിതന്റെ വസ്ത്രം, പുരോഹിതന്റെ ഭക്ഷണം, പുരോഹിതന്റെ ജീവിത രീതി അല്ലായിരുന്നല്ലോ യോഹന്നാൻ്റെത്. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിച്ചു. അങ്ങനെയല്ല പുരോഹിതന്മാർ കഴിക്കേണ്ടത്. ആ പൗരോഹിത്യം അവിടെ നിന്നുപോയി. യോഹന്നാൻ സ്നാപകൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. ആ യോഹന്നാൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. എന്നാൽ യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. യോഹന്നാനിൽ നിന്ന് യേശുവിലേക്ക് പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല, ചെയ്യപ്പെടാൻ സാധ്യവുമല്ല.
കാരണം യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ പറഞ്ഞവനാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ മാറ്റമില്ലാത്ത പൗരോഹിത്യത്തിന് ഉടമ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് അഹരോനിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് സക്കറിയാവിൽ വന്നിട്ട് സക്കറിയാവിൽ നിന്ന് യോഹന്നാന് ലഭിച്ച് യോഹന്നാനിൽ നിന്ന് യേശുവിന് ലഭിച്ച പൗരോഹിത്യമല്ല. പകരം യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനാണ്. എന്നേക്കുമുള്ളൊരു പുരോഹിതൻ. നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ പൗരോഹിത്യത്തെ കുറിച്ച് അങ്ങനെ ഒരു പഠിപ്പിക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും ആ തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹരോൻ മൂശയോടൊന്നിച്ച് സ്കറിയായിക്ക് അത് നൽകി മോശ, സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് തന്റെ സ്ത്രീഹന്മാർക്കും നൽകി എന്നും പറഞ്ഞൊരു ഗാനം എപ്പിസ്കോപ്പൽ സഭകളിലുണ്ട്. പക്ഷെ അത് തെറ്റാണ്. യോഹന്നാൻ യേശുവിന് പൗരോഹിത്യം കൊടുത്തിട്ടില്ല. സക്കറിയ യോഹന്നാനും പൗരോഹിത്യം നൽകിയിട്ടില്ല. അപ്പൊ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് വരുവാൻ കഴിയട്ടെ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പുനരുത്ഥാനത്തിന്റെ ഫലം അപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം തന്നെ നാം ഒന്ന് നോക്കൂ. പുനരുത്ഥാനത്തിന്റെ ഫലം നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ തന്നെ ഒരു വാക്യം കൂടെ ദയവായി ഒന്നെടുക്കാമോ? എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശുവിൽ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. എഫേസ്യർ അതിനെ കളിച്ചോടെ നല്ലൊരു വാക്യം കൂടെ ഉണ്ട്. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും മതിയാവും, എളുപ്പമാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്, അതാ ശരിയായ വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരിക്കുന്നവനും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ശിരസാണ്. സഭയുടെ തല യേശു ക്രിസ്തുവാണ്. അത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുക. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് തന്റെ ശരീരമായ സഭ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവാണ് തല. നിങ്ങൾ ശ്രദ്ധിക്കൂ, സഭയുടെ തല എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. വേറെ ആരും സഭയുടെ തലയല്ല. ഈ ഉലകത്തിൽ ജനിച്ച ഒരു മനുഷ്യനും സഭയുടെ തലയല്ല. നമ്മൾ വിവിധ ഡിനോമിനേഷൻ ഉണ്ടായിരിക്കാം. IPCO, ചർച്ച് ഓഫ് ഗോഡോ എന്ന് വേണ്ട ഷാരോനോ അസംബ്ലീസ് ഓഫ് ഗോഡോ, ഇനി നമ്മുടെ അഗാപ്പെ ചർച്ചുകളൊക്കെ ആയിക്കോട്ടെ, ഇതിന്റെ ഒന്നും തലയെന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യരുമല്ല, യേശു ക്രിസ്തുവാണ് സഭയുടെ തല. അപ്പൊ ക്രിസ്തുവാകുന്ന തലയാണ്. ബാക്കി നമ്മളെല്ലാം വെറും
കേവല വിശ്വാസികൾ മാത്രം. ഇന്ന് ശ്വാസം പോയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. സഭയുടെ തല യേശു ക്രിസ്തുവാണ്. അപ്പോ ശ്രദ്ധിക്കുക, അടുത്തൊരു കാര്യം 1 Corinthians 15-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വാക്യങ്ങൾക്കകത്ത് വിശ്വാസികളുടെ പുനരുത്ഥാനത്തിന് ഉറപ്പ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് നമുക്ക് ലഭിച്ച ഉറപ്പ്? എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അങ്ങനെ വായിക്കണം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം എവിടെ കൊണ്ടേ മുട്ടിക്കുന്നത്? അത് ശരി, വായിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കുഴപ്പമില്ല, തെറ്റിച്ചാൽ കുഴപ്പമില്ല. എല്ലാവരും തെറ്റിച്ചാൽ വായിക്കുന്നത്. ആരും ശരിയായി വായിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മരണ വീട്ടിലൊക്കെ ഇരുന്ന് വായിച്ചു വിടുന്നത് കേൾക്കാം. മുഴുവൻ തെറ്റിച്ചാൽ വായിക്കുന്നത്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഈ ക്രിസ്തുവിനുള്ളവർ കഴിഞ്ഞാൽ കോമ കിടപ്പുണ്ടോ ബൈബിളിൽ? ഏതെങ്കിലും ബൈബിളിൽ കോമ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അങ്ങനെ വായിക്കണം. അപ്പൊ വിശ്വാസികളുടെ പുനരുത്ഥാനത്തിന് ഉറപ്പ് ലഭിച്ചു. അടുത്തൊരു പോയിന്റ് എന്താണെന്നറിയാമോ? ഭാവി ന്യായവിധിയുടെ ഉറപ്പ്. യോഹന്നാൻ സുവിശേഷം 5-22 വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ഫലം, ഞാൻ ഈ സ്ലൈഡ് മാറ്റുകയാണ്. ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥിരീകരിക്കപ്പെട്ടു. പിതാക്കന്മാരുടെ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു. നമ്മുടെ നീതീകരണത്തിന്റെ തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത പൗരോഹിത്യം ഉറപ്പിച്ചു തന്നു. സഭയുടെ ശിരസ്സായി മാറി. വിശ്വാസികളുടെ പുനരുത്ഥാനത്തിന് ഉറപ്പ് ലഭിച്ചു. ഭാവി ന്യായവിധിയുടെ ഉറപ്പ് ലഭിച്ചു. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, ദ ലാസ്റ്റ് ടോപ്പിക്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, അതിന്റെ പ്രാധാന്യത. യേശു ക്രിസ്തുവിന്റെ താഴ്ചയുടെ കാലത്തിന് അവസാനമായി. യേശു ക്രിസ്തുവിന്റെ താഴ്ചയുടെ കാലത്തിന് അവസാനമായി. യേശുവിന്റെ സ്വർഗാരോഹണം എത്ര ഗൗരവമുള്ള കാര്യമായിരുന്നു. ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഒലിവുമലയിൽ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത്, പരസ്യവരവ്. അപ്പൊ തന്റെ താഴ്ചയുടെ കാലം അവിടെ തീരുകയാണ്. താഴ്ചയുടെ കാലം എന്താണ്? തന്റെ താഴ്ചയുടെ കാലം നാം ഒന്ന് നോക്കുക. നാം ഇതിനോടകം ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഗൗരവമായി കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതാ. കെനോസിസ് തിയറി ഒക്കെ പഠിച്ചതാ. അതുകൊണ്ട് വായിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്കറിയാം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ത്യജിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഏറ്റവും താഴ്മ ധരിച്ചത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അപ്പൊ ക്രിസ്തുവിന്റെ താഴ്ചയുടെ കാലത്തിന്റെ അവസാനമായി. നമ്പർ 2, ആളത്വപരമായി ക്രിസ്തു ദൈവത്തോട് സമനായി, അല്ലെങ്കിൽ സമസ്ഥാനീയനായി. പിതാവേ, എനിക്ക്
ലോകമുണ്ടാകുന്നതിന് മുൻപ് അങ്ങയുടെ സന്നിധിയിലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും പ്രവേശിപ്പിക്കണമേ എന്ന് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് പ്രാർത്ഥിച്ച യേശു മരണം കഴിഞ്ഞ്, അടക്കം കഴിഞ്ഞ്, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ വാക്കുകൾ അന്വർത്ഥമായി മാറിയില്ലേ? ആളത്വപരമായി ക്രിസ്തു ദൈവത്തോട് സമസ്ഥാനീയനായി മാറി. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചത്. നമുക്കേവർക്കും പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം നൽകുന്ന പരിശുദ്ധാത്മാവ്. നമ്പർ 4, സ്വന്തം ജനത്തിന് സ്ഥലമൊരുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിൽ വിശ്വസിപ്പീൻ. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ അവിടെ നിങ്ങളെയും കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞില്ലേ? സ്വന്തം ജനത്തിന് വേണ്ടി സ്ഥലമൊരുക്കുകയായിരുന്നു. നമ്പർ 5, സഭയുടെ തലയായി മാറി. അതിനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കൊണ്ടുപോയി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുൻപ് ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, നീ എന്നോട് പർദീസായിരിക്കുന്നു. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ പോകുന്ന സ്ഥലം പർദീസയായിരുന്നു, അല്ലെങ്കിൽ പാതാളം. അപ്പർ ഷിയോൾ എന്ന് പറയും, മുകളിലത്തെ പാതാളം. അവിടെ യേശു ചെന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഹെവൻലി പാരഡൈസിലാണ്, സ്വർഗീയ പർദീസ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കൊണ്ടുപോയി. സഭയ്ക്ക് ദാനങ്ങളെ നൽകി. ഏതൊക്കെയാ ദാനങ്ങൾ നൽകിയത്? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്, 5 ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവസഭയ്ക്ക് നൽകി. സ്നേഹിതരെ, ദൈവസഭയ്ക്ക് നൽകിയത് ഈ 5 ശുശ്രൂഷ വൃന്ദങ്ങളെ ഉള്ളൂ. ഇവകളെയാണ് ദൈവസഭയ്ക്ക് നൽകിയത്. അങ്ങനെ സഭയ്ക്ക് ദാനങ്ങളെ നൽകുവാൻ ഇടയായി. യേശു ക്രിസ്തുവിന്റെ താഴ്ചയുടെ കാലത്തിന് അവസാനമായി ആളത്തോരമായി ക്രിസ്തു ദൈവത്തോട് സമസ്ഥാനീയനായി പരിശുദ്ധാത്മാവിനെ അയച്ചു. സ്വന്തം ജനത്തിന് സ്ഥലമൊരുക്കി സഭയുടെ തലയായി മാറി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കൊണ്ടുപോയി സഭയ്ക്ക് ദാനങ്ങളെ നൽകുവാനിടയായി. ഉയർത്തെഴുന്നേൽപ്പിനെതിരായ ചില വാദങ്ങളുണ്ട്, ചില തിയറീസ്. എന്താണ് ആ തിയറി? ഒന്ന്, സത്യവിരോധ സിദ്ധാന്തം എന്ന് പറയും, ഫോൾസ്ഹുഡ് തിയറി. സത്യവിരോധ സിദ്ധാന്തം അല്ലെങ്കിൽ ഫോൾസ്ഹുഡ് തിയറി എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിനകത്ത് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന്, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു, നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. അപ്പൊ സത്യവിരോധ സിദ്ധാന്തം, ഒരു ഫോൾസ്ഹുഡ് തിയറി അവരുടെ ഇടയിലുണ്ട്. അതായത് യേശുവിനെ ഇവർ കട്ടോണ്ട് പോയതാണ്, അക്ഷരാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. അതിന് ധാരാളം പണം മുടക്കി അവർ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു, കള്ളം പറഞ്ഞു. അങ്ങനെ ഒരു കഥ ഇന്നുവരെയും പറഞ്ഞു വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിനെതിരായ വാദങ്ങളിൽ ഒന്നാമത്തെ ആയിരുന്നു ഫോൾസ്ഹുഡ് തിയറി എന്ന് പറയുന്ന സത്യവിരോധ സിദ്ധാന്തം. നമ്പർ 2, ബോധക്ഷയ സിദ്ധാന്തം അല്ലെങ്കിൽ സൂൺ തിയറി എന്ന് പറയും. ബോധക്ഷയ സിദ്ധാന്തം. യേശു അക്ഷരികമായി മരിച്ചിട്ടില്ല എന്നും ബോധക്ഷയം ഉണ്ടാകുക മാത്രമാണ് ചെയ്തത്. അതിനെ അവർ മരണമായി കരുതി.
ബോധം വന്നതിന് ശേഷം ഇന്ത്യയിലെ കാശ്മീരിൽ എവിടെയോ യേശു ക്രിസ്തു വന്ന് താമസിച്ചു എന്നാണ് ഈ തിയറി പറയുന്നത്. ഇതാണ് ബോധക്ഷയ സിദ്ധാന്തം. ഇതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മൂന്നാമത്തേതാണ് ദർശന സിദ്ധാന്തം. വിഷൻ തിയറി, ദർശന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തിയിലായിപ്പോയ ശിഷ്യന്മാരെ, യേശു മരിച്ചല്ലോ, മാനസിക വിഭ്രാന്തിയിലായിപ്പോയ ശിഷ്യന്മാർ ഇവിടെ ദർശനം കണ്ടതാണ് യേശു ഉയർത്തെഴുന്നേറ്റു, അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല. മഗ്ദലന മറിയം പറഞ്ഞു എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന്. വേറെ എന്ന തെളിവ്? മഗ്ദലന മറിയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതിൽ വലിയ കഥയില്ല. ശിഷ്യന്മാർ പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നല്ലേ ഉള്ളൂ. യേശു ക്രിസ്തു എന്തുകൊണ്ട് മഹാപുരോഹിതന് പ്രത്യക്ഷപ്പെട്ടില്ല? എന്തുകൊണ്ട് പീലാത്തോസിന് പ്രത്യക്ഷപ്പെട്ടില്ല? അങ്ങനെയെങ്കിൽ ഇത് തെറ്റാണ്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല എന്ന് പറയുന്ന ഇവർക്ക് കിട്ടിയ ഒരു വെളിപ്പാട്, ദർശനമാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് ദർശന സിദ്ധാന്തം എന്ന് പറയുന്നത്. വേറൊരു സിദ്ധാന്തത്തിന്റെ പേരാണ് മിഥ്യാ സിദ്ധാന്തം, അല്ലെങ്കിൽ പുരാവൃത്ത സിദ്ധാന്തം എന്ന് പറയും. മിത്തിക്കൽ തിയറി എന്ന് പറയും. മിത്തിക്കൽ തിയറി എന്താണ്? ഈ മിത്തിക്കൽ തിയറി ബാബിലോണിയ രാജ്യങ്ങളിലൊക്കെ എല്ലാ മതങ്ങളിലും കടമെടുത്ത ഒരു സിദ്ധാന്തങ്ങളുണ്ട്. അതായത് ഒരു മിത്തുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് എല്ലാ മതങ്ങളിലും ഒക്കെ ഉണ്ട്. അതുപോലെ ക്രൈസ്തവ മതത്തിലെ ഒരു മിത്താണ് ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഐതിഹ്യമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അതൊരു മിഥ്യയാണ്, അതിൽ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊരു പുരാവൃത്ത സിദ്ധാന്തം. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരായ കുറഞ്ഞ പക്ഷേ 4 വിപരീത വാദങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ ശരിയായ വശം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഇവരെല്ലാവരും യേശുവിനെ കണ്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, ഇവരുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെ സ്വർഗാരോഹണം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെയും ചരിത്രത്തിലുണ്ട്, തിയോളജിയിൽ നമ്മളിത് പഠിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഈ കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചു. നെക്സ്റ്റ് വൺ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഏതാണ്? ഇതിന് ഓഫീസസ് എന്നുള്ള പദവും കൂടെ ചിലപ്പോൾ പറയാറുണ്ടായിരിക്കും. ഓഫീസസ് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ: 1 രാജാവാണ്, 2 പ്രവാചകനാണ്, 3 യേശു പുരോഹിതനാണ്. അക്ഷരികമായ രാജ്യത്തിന്റെ രാജാവായി ഇതുവരെ യേശു ക്രിസ്തു വാണരുളിയിട്ടില്ല, സത്യം. കാരണം യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി പടമൊരുതുവാൻ എത്രയോ ദൂതസേന ഉണ്ടാകുമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞാൽ എത്രയോ പേരിറങ്ങി വരുമായിരുന്നു എന്നല്ലേ യേശു പറഞ്ഞത്. ഇപ്പോൾ യേശുവിന്റെ ആത്മീക രാജ്യമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇനി ഒരക്ഷരിക രാജ്യം യേശു ഇവിടെ സ്ഥാപിക്കും. 1000 കൊല്ലം ഈ ഭൂമിയിൽ യേശു രാജാവായി വാഴുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് യേശു രാജാവായി വേഗം വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതിരാജാവായി വേഗം വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. അക്ഷരികമായി ഭൂമിയിൽ 1000 കൊല്ലം യേശു രാജാവായി വാഴും. അത് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടെ ഈ ഭൂമിയിൽ ജെറുസലേമിൽ സിംഹാസനം ഇട്ടുകൊണ്ട് തൻ രാജാവായി വാഴും. അപ്പം ജീസസ് ക്രൈസ്റ്റ് ദ കിങ്, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ രാജാവ്. നമ്പർ 2, ജീസസ് ക്രൈസ്റ്റ് ദ പ്രോഫറ്റ്, യേശു ക്രിസ്തുവാണ് പ്രിയരെ യഥാർത്ഥ പ്രവാചകൻ. യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് പറഞ്ഞത് മുഴുവൻ ഭാവിയിൽ നടക്കുന്നു. തൻ പ്രവചനങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, തന്റെ വരവിനെ കുറിച്ചൊക്കെ പ്രവചിച്ചു. ശിഷ്യന്മാരുടെ അനുഭവത്തിലാണെങ്കിൽ പോലും എത്രയോ കാര്യങ്ങൾ. നിങ്ങൾ ഒരിക്കൽ പത്രോസ് എന്ന് പറഞ്ഞു എനിക്ക് ടാക്സ് അടയ്ക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു ചൂണ്ട എടുത്തുകൊണ്ട് പോക്കോ, ആദ്യം കിട്ടുന്ന മീനിന്റെ വായിക്കകത്ത് ചതുർദ്രമ കാണും, എന്റെയും കൂടെ ടാക്സ് അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. ഇവര് ചോദിച്ചു പെസഹ ഒരുക്കേണ്ട എവിടെയാന്ന് ചോദിച്ചു. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കുടം തലയിൽ വെച്ചോണ്ട് ഒരാൾ മുന്നിൽ പോകും, അയാളുടെ പുറകെ വെക്കൂ, ഒരു വിരിച്ചൊരുക്കിയ മൺമാളിക കാണിച്ചു തരും. ആരാനും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ആവശ്യമുണ്ടെന്ന് മാത്രം പറയുക, പരിപാടി കഴിഞ്ഞു. അതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചു.
ശ്രദ്ധിക്കൂ. ജീസസ് ദ പ്രോഫറ്റ്, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പ്രവാചകൻ. എബ്രായർ 1:1 വാക്യമൊക്കെ നമുക്കറിയാവുന്നല്ലേ, കാണാൻ അറിയാവുന്ന വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖേന നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖേന അരുളി ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള റെവലേഷൻ യേശു ക്രിസ്തുവാണ്. ഫൈനൽ റെവലേഷൻ യേശു ക്രിസ്തുവാണ്. ജീസസ് ക്രൈസ്റ്റ് ദ പ്രോഫറ്റ്. ലാസ്റ്റ് വൺ, ജീസസ് ക്രൈസ്റ്റ് ദ പ്രീസ്റ്റ്. യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പുരോഹിതൻ. ഞാൻ അല്പം മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ. യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പുരോഹിതൻ. ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്നാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അരുമരക്ഷകനായ കർത്താവ്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടിയുള്ളത്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ: രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. നെക്സ്റ്റ് വൺ, യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരം. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരം എന്ന് പറയുന്നത് നമുക്ക് അന്ത്യകാല ശാസ്ത്രത്തിൽ പഠിക്കാം. എസ്കറ്റോളജിയാണത്. അത് അന്ത്യകാല ശാസ്ത്രത്തിൽ പഠിക്കാം. ഇവിടം കൊണ്ട് ക്രിസ്തുശാസ്ത്രം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവാനുവെച്ച അടുത്ത ക്ലാസ്സിൽ ന്യൂമറ്റോളജി, പരിശുദ്ധാത്മശാസ്ത്രമായിരിക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. താങ്ക് യു പാസ്റ്റർ മാത്യു പി തോമസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്രിസ്തു ശാസ്ത്രം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരൊക്കെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ദിവസത്തെയും നമ്മുടെ ലിങ്ക് സെയിം ആണ്, നമ്മുടെ പാസ്വേഡ്, പാസ്കോഡ് എല്ലാം സെയിം ആണ്. അത് ആ സെയിം തന്നെ യൂസ് ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ കടന്നു പോകാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി സിസ്റ്റർ ബിൻസി, ആ വീഡിയോ ഓൺ ചെയ്ത സിസ്റ്റർ ബിൻസി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയേൽ ആശീർവാദം പറയുകയും ചെയ്യും. സിസ്റ്റർ ബിൻസി പ്രാർത്ഥിക്കുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുമോ? കേൾക്കുന്നില്ലയോ? പക്ഷേ ഞാനൊരു യാത്രയിലാണേ. ഓക്കെ. ബ്രദർ സണ്ണി തോമസ് പ്രാർത്ഥിച്ചാട്ടെ. ബ്രദർ സണ്ണി തോമസ് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ ആശീർവാദം പറയുകയും ചെയ്യും. സ്തോത്രം. തമ്പുരാന്റെ മനോഹരമായ സായാഹ്നവേള ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കുവാനും തിരുനാമത്വത്തിന് വചനം പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചേർത്ത ശ്രേഷ്ഠമായ ദൈവവിളിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലാൽ സാറിനായും ഷാജിക്ക് സാറിനായും പ്രാർത്ഥിക്കുന്നു. പ്രിയ സന്തോഷ് സാറിനായും പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തിരുനാമത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹമാനമത്വം അങ്ങയുടെ ഏകജാതനും ഞങ്ങളുടെ പ്രിയനുമായ ക്രിസ്തയേശു പിതാവെ കേൾക്കണമേ. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം കടന്നു വന്ന വചനം പഠിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനോട് നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് തുടർന്നും പ്രാർത്ഥനയോടും വളരെ ധൈര്യത്തോടുമായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട എല്ലാ വിഷയങ്ങളോടുകൂടെയും കടന്നു വന്ന ദൈവമക്കളോടുകൂടെയും ഇന്നു വരെന്തേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവോട് ചെന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എന്ന് പറയണം. Have a blessed night. God be with you. Thank you. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നാളെ വീണ്ടും കാണാം.